ഹലോ ഗേസ്, അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കേട്ട് തുടങ്ങാം. മുന്നോട്ട് നടന്ന ശാരി മുസാഫറിൻ്റെ ഒറ്റ ചോദ്യത്തിലൊന്ന് തറഞ്ഞു നിന്നു. പിന്നെ പതുക്കെ മറുപടി പറഞ്ഞു, ഇല്ല, അവൾ വന്നു തുടങ്ങിയിട്ടില്ല. മുസാഫറിൻ്റെ ചോദ്യം ഇതായിരുന്നു, കൃഷ്ണ ജോലിക്ക് വന്നു തുടങ്ങിയില്ലേ എന്ന്. അത് പറഞ്ഞ് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ അവളെ തേടി അടുത്ത ചോദ്യം വന്നു കഴിഞ്ഞു. ശാരി, എനിക്ക് കൃഷ്ണയുടെ ഫോൺ നമ്പർ ഒന്ന് വേണമായിരുന്നു. എൻ്റെ ഫോണിൽ നിന്ന് അവിടെ നമ്പർ എങ്ങനെയോ നഷ്ടപ്പെട്ടു. തരാമെന്ന് പറയുമ്പോൾ ശാരിയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. എന്തോ അപകടം തേടി വരാൻ പോകുന്ന മാതിരി. പക്ഷേ അതൊന്നും പുറമേ കാണിക്കാതെ തന്നെ ഫോൺ നമ്പർ നൽകുമ്പോൾ അവൾക്ക് ഇത് എന്തിനാണെന്നും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ മകൾ പുറത്തേക്ക് വരുന്നില്ല. ഒന്നും മിണ്ടാതെ പോയി സീറ്റിലിരിക്കുമ്പോൾ അവൾക്ക് കൃഷ്ണയെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. പക്ഷേ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലം നടന്ന പല കാര്യങ്ങളും കൃഷ്ണയ്ക്ക് അറിയില്ല. അതൊക്കെ പിന്നെ അവളെ അറിയിക്കേണ്ടി വരും. സീറ്റ് വന്നിരുന്നിട്ട് കുറേ നേരമായിട്ടും മുസാഫർ ഒരു കാര്യം ഓർക്കാൻ ശ്രമിക്കുകയാണ്, കൃഷ്ണയുടെ വീട് എവിടെയാണെന്ന്. അന്ന് അവൾ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കിടന്നപ്പോൾ താൻ പോയി കണ്ടതാണ്. പെട്ടെന്ന് അവനുള്ളൊരു കുറ്റബോധം വല്ലാതെ തുടിച്ചു. കാരണം അന്ന് അവളെ പോയി കണ്ടതാണ്. അതിനുശേഷം താൻ അവളെ ഇതുവരെ തിരക്കിയിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല, ഒന്നുമില്ല. കൃഷ്ണയ്ക്ക് എന്നോട് നല്ല പരിഭവം ഉണ്ടായിരിക്കും. പെട്ടെന്ന് മുസാഫറിൻ്റെ മുന്നിലേക്ക് കൃഷ്ണയുടെ വിവാഹവും ശ്രീയും തെളിഞ്ഞു വന്നു. കൃഷ്ണ ഇപ്പോഴും അയാൾക്കൊപ്പമായിരിക്കുമോ, അതോ അവിടെ വീട്ടിൽ പോയിരിക്കുമോ? ഇതിനൊക്കെയുള്ള ഉത്തരം ശാരിയുടെ കയ്യിലുണ്ടാവും. പക്ഷെ ചോദിക്കാൻ എന്തോ ഒരു മടി പോലെ. ജീവനെപ്പോലെ പ്രാണനെപ്പോലെ സ്നേഹിച്ച തൻ്റെ പെണ്ണിനെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ടൊന്ന് തിരക്ക് പോലും ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് കൂട്ടുകാരിയുടെ അടുത്ത് ചെന്ന് അവിടെ വിവരങ്ങൾ തിരക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവന് അനുഭവപ്പെട്ടു. തിരക്കാനും ഒരു ബുദ്ധിമുട്ട് അവന് അനുഭവപ്പെട്ടു. കാരണം ശാരിയും ഒരു പെണ്ണ് തന്നെയാണ്. അവൾക്ക് എല്ലാ കാര്യങ്ങളും, കൃഷ്ണയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കുമെന്ന് മുസാഫറിന് നല്ലവണ്ണം അറിയാം. വേണ്ട, നേരിട്ട് അവളെ പോയി കാണാം, അതാണ് അതിൻ്റെ ശരി. പക്ഷേ അവിടെ വീട് എവിടെയാണെന്ന് ഓർമ്മ വരുന്നതേയില്ല. എന്തു ചെയ്യും? അതാണിപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഓഫീസിൽ ചിലപ്പോൾ അവിടെ CV ഉണ്ടാകും. ഒന്ന് തപ്പിയാൽ അതിലവിടെ അഡ്രസ്സും ഉണ്ടാകും. മുസാഫർ ആകെ വീട്ടിലായതുപോലെ. ശാരിയോട് കൃഷ്ണൻ്റെ വീട് എവിടെയാണെന്ന് ചോദിക്കാനും വയ്യ. പക്ഷേ മുസാഫറിന് കൃഷ്ണയെ കാണുകയും വേണം. എന്ത് ചെയ്യാം? ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇനിയും ഓർമ്മ വന്നില്ലെങ്കിൽ ശാരിയെ തന്നെ അഭയം പ്രാപിക്കും. അല്ലാതെ മുന്നിൽ മറ്റൊരു വഴിയില്ല. എങ്ങനെയും എനിക്കെൻ്റെ കൃഷ്ണയും മകളെയും വേണം. അവളെ ഇനി ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഇനി ഒരു നിമിഷം പോലും അവളെ എനിക്ക് വേണ്ടെന്ന് വെക്കാനും സാധിക്കുകയില്ല. അങ്ങനെ ഉള്ളിൽ ഒരു ഉറച്ച തീരുമാനമെടുത്ത് മുസാഫർ ജോലി ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് ചിലതൊക്കെ മറന്നുപോയത് കൊണ്ട് ഒന്നുകൂടി പഠിക്കേണ്ടി വരുന്നുണ്ട് പല കാര്യങ്ങളും. ഒരു വർഷം ഇതുമായി യാതൊരുവിധ ബന്ധവും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ പലതും മറന്നു പോയിരിക്കുന്നു. പക്ഷേ മുസാഫർ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരുന്നില്ല കാര്യങ്ങളൊന്നും തന്നെ. അവന് പലതും ഗ്രഹിക്കാൻ കഴിയാതെ പോയി. കുറച്ചേറെ കഠിനാധ്വാനം വേണ്ടി വന്നു പഴയ മുസാഫറിലെത്താൻ. രാത്രിയും പകലും ശനിയും ഞായറുമൊക്കെ മുസാഫർ ഒരേപോലെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വന്നു പഴയ രീതിയിലേക്ക് എത്താൻ. അതിൻ്റെ ഇടയ്ക്ക് ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു. അതിനൊപ്പം മറ്റൊരടി കൂടി മുസാഫറിന് കിട്ടി. മുസാഫറിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഉദ്യോഗക്കയറ്റത്തോടൊപ്പം മുസാഫറിന് ചെന്നൈയിലേക്ക് സ്ഥലമാറ്റം. അതൊരു വല്ലാത്ത അടിയായിപ്പോയി മുസാഫറിന്. പോയേ തീരുകയുള്ളൂ, പോയേ പറ്റുകയുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് പലതവണ മുസാഫർ ഫോണിൽ കൃഷ്ണയെ വിളിച്ചെങ്കിലും കാൾ ഡിസ്കണക്റ്റ് ആകുകയായിരുന്നു. അതിൽ നിന്ന് ഒരു കാര്യം മുസാഫറിന് മനസ്സിലായി, കൃഷ്ണ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അതവനെ വല്ലാത്ത വേദന ഉണ്ടാക്കിയെങ്കിലും അവൻ സ്വയം തന്നോട് തന്നെ പറഞ്ഞു, അവളെപ്പോലെ ഒരു പെണ്ണ് പിന്നെ വേറെന്ത് ചെയ്യണം? കഴിഞ്ഞ ഒരു വർഷക്കാലമായി താൻ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല, അവളെ പറ്റിയും കുഞ്ഞിനെ പറ്റി അന്വേഷിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് തന്നോട് ദേഷ്യം തന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കണം അവൾ തന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മുസാഫർ കൃഷ്ണയെപ്പറ്റി തെറ്റിദ്ധരിച്ചു. തന്നെ നേരിട്ട് കാണുമ്പോൾ താൻ ചേർത്ത് പിടിച്ചൊരു മാപ്പ് പറഞ്ഞാൽ അവൾ തന്നോട് ക്ഷമിക്കുമെന്ന് മുസാഫർ കരുതി. പിന്നെ അതോർത്ത് വേദനയ്ക്ക് ശരിക്കും അവന് സമയം കിട്ടിയതുമില്ല. അവന് ചെന്നൈയിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ചെന്നിട്ട് കുറേ ദിവസത്തേക്ക് കൃഷ്ണയോ മോളെപ്പറ്റി ചിന്തിക്കാൻ പോലും മുസാഫറിന് സമയം കിട്ടിയില്ല. അത്രയ്ക്കും തിരക്കിലായി പോയി ഓഫീസ് വർക്കുകളുടെ ഇടയ്ക്ക്. ഇങ്ങനെ എറണാകുളത്ത് കൃഷ്ണയുടെ വീട്ടിൽ സന്തോഷത്തിന് പുത്തിരി കിട്ടുകയാണ്. ഇന്ന് മോളുടെ 28ൻ്റെ ചടങ്ങ് നടക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. ശാരി, അർച്ചന, ആതിര, കൃഷ്ണന്തു, പ്രവീൺ, കിങ്ങിണി മോൾ,
ഓഫീസിലെ മറ്റ് സ്റ്റാഫുകൾ, ശ്രീയുടെ ഓഫീസിലെ സ്റ്റാഫുകൾ, അങ്ങനെ മൊത്തത്തിൽ സന്തോഷം മാത്രം. കൃഷ്ണയുടെ മടിയിൽ കിടത്തി ശ്രീമോൾക്ക് ചരട് കെട്ടിക്കൊടുത്തു. അത് അച്ഛൻ്റെ അവകാശമാണല്ലോ. പിന്നെ അരയിൽ സ്വർണ്ണ അരഞ്ഞാണവും ധരിപ്പിച്ചു കൊടുത്തു. മോളെ ചേർത്ത് പിടിച്ച് അവിടെ ചെവിയിൽ 3 ശ്രീ വിളിച്ചു, വൈഹരി വൈഹരി വൈഹരി. ആ കുഞ്ഞിളം പൈതൽ ശ്രീയെ നോക്കി പുച്ചിരി തൂകി. പിന്നെ ഓരോരുത്തരും സ്വർണം കൊണ്ട് കുഞ്ഞിനെ മൂടി. അതോടൊപ്പം ഡ്രസ്സുകളും. മൊത്തത്തിൽ സന്തോഷം അലയടിക്കുന്ന ഒരു അന്തരീക്ഷം. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ശാരി ഇതിൻ്റെ ഇടയ്ക്ക് പലതവണ മുസാഫറിൻ്റെ കാര്യം കൃഷ്ണയോട് പറയണം എന്ന് ആലോചിച്ചെങ്കിലും ഇപ്പോൾ കൃഷ്ണയുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആ സന്തോഷം കണ്ടപ്പോൾ ആ സന്തോഷം നശിപ്പിച്ച് കളയാൻ തോന്നാത്തത് കൊണ്ട് മാത്രം അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി കൃഷ്ണയോട് പറഞ്ഞില്ല. ഇടയ്ക്ക് മോളെ കാണാൻ വന്നപ്പോഴും പറയണമെന്ന് കരുതിയെങ്കിലും അന്നും അത് വേണ്ടെന്ന് വെച്ചു. കാരണം ഇത് തന്നെ കൃഷ്ണയുടെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന സന്തോഷം. ആ സന്തോഷത്തിലേക്ക് ഒരു കരടിയിട്ട് കൊടുക്കാൻ എന്തുകൊണ്ടോ ശരിക്ക് തോന്നിയില്ല. പിന്നെ എല്ലാ ടെൻഷനും വിട നൽകിക്കൊണ്ട് മുസാഫർ ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു. സത്യത്തിൽ ആ പോക്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ശാരിയാണ്. കാരണം മുസാഫർ ഏതെങ്കിലും ഒരു കാരണവശാൽ കൃഷ്ണയെ തേടി ചെന്നാൽ മൈമനെയും കുഞ്ഞും മരിച്ചതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും കുറേ നാളായി കൃഷ്ണയിൽ നിന്ന് മറച്ചു വെച്ച പല കാര്യങ്ങളും മറന്നേക്ക് പുറത്തേ വരും. അതിലെ ഉണ്ടായിരുന്ന ഏക കാര്യം 1 വർഷക്കാലം തന്നെ അന്വേഷിക്കാതിരുന്ന മുസാഫറിനോടുള്ള അവിടെ ദേഷ്യം കെട്ടടങ്ങാൻ തക്കണം ഒരു ബോംബ് അവിടെയുണ്ട്. കാരണം 1 വർഷക്കാലമായിട്ട് മുസാഫർ നോർമൽ സ്റ്റേജിലായിരുന്നില്ല. അവളെ നഷ്ടപ്പെട്ട ആ വേദനയിൽ, അതായത് മൈമുനെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ട വേദനയിൽ മുസാഫർ നോർമൽ കണ്ടീഷനിലായിരുന്നില്ല എന്ന സത്യം കൂടി കൃഷ്ണയെ അറിയിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു വേള ആ സത്യം അവളെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എല്ലാവരും ഭയപ്പെടുന്നു. ഇപ്പോൾ ഈ ജീവിതത്തിൽ മുസാഫർ ഒറ്റയ്ക്കാണെന്ന് ചിലപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ വീണ്ടും പഴയ കൃഷ്ണയാകുമോ എന്ന് എല്ലാവരും ഭയപ്പെടുന്നു. എങ്ങനെ കൃഷ്ണ അതിനെ കാണുമെന്ന് ആർക്കും അറിയില്ല. ഒരിക്കൽ പ്രാണനായിട്ട് കരുതി അവൾ സ്നേഹിച്ചതാണ്. അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ച പെണ്ണാണ്. എത്രയൊക്കെ പറഞ്ഞാലും അത് സ്നേഹിച്ച പുരുഷനെ മറക്കാൻ ഒരു സ്ത്രീക്കും കഴിയില്ലല്ലോ. പ്രത്യേകിച്ച് എല്ലാ അർത്ഥത്തിലും ഒന്നായവരാണവർ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥയെ ഭയക്കണം. ശാരിയുടെ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവിടെ ഫോണിൽ ഒരു കോൾ വന്നു. സ്ക്രീനിൽ തെളിഞ്ഞ് പേര് കണ്ട് അവളുടെ ഉള്ളൊന്ന് കളി. അതാരായിരിക്കും അല്ലേ? അതപ്പോൾ നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.